2026 ഫിഫ വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് ജെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരും നിലവിലെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരുമായ അർജന്റീനയാണ് ഈ ഗ്രൂപ്പിലെ തലവൻ. ഫിഫ റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്ത് ആൻഡ് ദ ക്ലിയർ ഫേവറേറ്റ്സ്. ദ ക്യാപ്റ്റൻ ആൻഡ് ദ ലെജൻഡ് ലയണൽ മെസ്സി, യൂലിയൻ ആൽവാരസ്, എൻസോ ഫെർണാണ്ടസ്, എമിലിയാനോ മാർട്ടിനസ് പോലത്തുള്ള വേൾഡ് ക്ലാസ് സൂപ്പർ സ്റ്റാർസ്. 39 വയസ്സിലേക്ക് കടക്കുന്ന മെസ്സി തന്നെയാണ് അർജന്റീനയുടെ തുറപ്പുചീട്ട്. അതുകൊണ്ട് നിസ്സംശയമായിട്ട് തന്നെ പറയാം, ഈ ഗ്രൂപ്പിലെ 1-ാം സ്ഥാനം അർജന്റീനയ്ക്ക് തന്നെയായിരിക്കും. ഗ്രൂപ്പിലെ 2-ാമത്തെ ടീമാണ് ഓസ്ട്രിയ, ദ യൂറോപ്യൻ കോണ്ടന്റേഴ്സ്. ഫിഫ റാങ്കിങ്ങിൽ 24-ാം സ്ഥാനത്ത്. കോൺറാഡ് ലൈമർ, സാബിറ്റ്സർ, ഡേവിഡ് അൽബ പോലത്തുള്ള യൂറോപ്യൻ ക്ലബ്സിൽ കളിക്കുന്ന സൂപ്പർ സ്റ്റാറുകൾ. വെൽ ഓർഗനൈസ്ഡ്, ഡിസിപ്ലിൻ ആൻഡ് ഇംപ്രൂവിംഗ് റാപ്പിഡ്ലി. ഓസ്ട്രിയയുടെ ഭാഗത്ത് നിന്ന് അട്ടിമറികളും അത്ഭുതങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അർജന്റീനയ്ക്ക് വെല്ലുവിളിയാവാനും ചാൻസ് ഉണ്ട്. 3-ാമത്തെ ടീമായ അൾജീരിയ, ഫിഫ റാങ്കിങ്ങിൽ 28-ാം സ്ഥാനത്ത്. റിയാദ് മെഹ്റസ്, അസം ഒആർ ആണ് ഇതിലെ മെയിൻ പ്ലേയേഴ്സ്. ആഫ്രിക്കൻ ഊർജ്ജവും ടാലന്റുമുള്ള ടീം. സർപ്രൈസ് തരാൻ നല്ല ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തള്ളിക്കളയണ്ട. ഈ ഗ്രൂപ്പിലെ അവസാനത്തെ ടീമായ ജോർദാൻ, ഫിഫ റാങ്കിങ്ങിൽ 63-ാം സ്ഥാനത്ത്. ജോർദാന്റെ ആദ്യത്തെ വേൾഡ് കപ്പ് ആണിത്. ഒന്നും നഷ്ടപ്പെടാനില്ലാതെയാണ് അവർ വരുന്നത്. അതുകൊണ്ട് ഈ ഗ്രൂപ്പിലെ മറ്റ് ടീമുകളെ അട്ടിമറിച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുള്ള കാര്യത്തിലും ഉറപ്പാണ്. ആദ്യമായിട്ട് വരുന്ന ടീമല്ലെന്ന് കരുതി തള്ളിക്കളയണ്ട, നല്ലൊരു മത്സരം തന്നെ കാണാൻ പറ്റും. ഇനി ഈ ഗ്രൂപ്പിലെ എന്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് 1-ാം സ്ഥാനത്ത് നിസ്സംശയം നമുക്ക് പറയാം അർജന്റീന, 2-ാം സ്ഥാനത്ത് ഓസ്ട്രിയ, 3-ാം സ്ഥാനത്ത് അൾജീരിയ, 4-ാം സ്ഥാനത്തായിരിക്കും ജോർദാൻ. ഗ്രൂപ്പ് കെ കുറിച്ച് അടുത്ത വീഡിയോയിൽ.